ദൈവനാമത്തിന് മഹത്വം. ഈ നല്ല പ്രഭാതത്തിനായി ഞാൻ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ ഹൃദയത്തോട് ഇടപെട്ട ഒരു വാക്യം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 11 അധ്യായം 9-10 വാക്യങ്ങൾ. വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു: യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്നവന് ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആമേൻ. യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് ശിഷ്യന്മാരോടും ജനത്തോടും ഉപമകളാൽ സംസാരിക്കുന്ന സമയത്ത് യേശുക്രിസ്തു പറയുന്ന വാക്യങ്ങളിൽപ്പെട്ട ഒരു പ്രസ്തുത വാക്യമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഈ വാക്യത്തിൽ യേശുക്രിസ്തു ഇപ്രകാരം പറയുന്നു: യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. ആമേൻ. നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങൾ, നമ്മുടെ അവസ്ഥകൾ എന്തുമാകാം. നമ്മൾ ഇല്ലായ്മയുടെ അവസ്ഥയിലാകാം, നമ്മൾ സമൃദ്ധിയുടെ അവസ്ഥയിലാകാം, നമ്മൾ ഏതവസ്ഥയിലാണെങ്കിലും നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നാം ദൈവത്തോട് അപേക്ഷിക്കുന്നവരാവണം, നമ്മൾ യാചിക്കുന്നവരാവണം. നമ്മൾ യാചിക്കുവാണെങ്കിൽ തീർച്ചയായും ദൈവം നമുക്കത് നൽകിത്തരും. അതിന് ഉത്തമമായ ഒരു ഉദാഹരണം ബൈബിൾ ഇപ്രകാരം വായിക്കുന്നു. 1 ദിനവൃത്താന്തം 4 അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുന്നു: യബ്ബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവൻ്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബ്ബേസ് എന്ന് പേരിട്ടു. യബ്ബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. ആമേൻ. ബൈബിളിൽ നമുക്കറിയാവുന്ന ഒരു പ്രസ്തുത വ്യക്തിയാണ് യബ്ബേസ്. യബ്ബേസിൻ്റെ അമ്മ യബ്ബേസിനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞാണ് യബ്ബേസ് എന്നവന് പേരിട്ടത്. തൻ്റെ സാഹചര്യത്തിൻ്റെ നടുവിൽ ആ സാഹചര്യം എന്താണ് എന്ന് നമ്മൾ അറിയുന്നില്ല. ഒരുപക്ഷെ അവൻ്റെ ഗൃഹത്തിലുള്ളവർ അവനെ ദുഷിക്കുന്നുണ്ടായിരുന്നായിരിക്കാം. അവന് പുറത്തുള്ളവർ അവനെ പല രീതിയിൽ ദുഷിപ്പിലൂടെ അവനെ കടത്തിവിട്ടിട്ടുണ്ടായിരിക്കും. അവൻ്റെ ഹൃദയം നുറുങ്ങിയ അവസ്ഥയിലായിരിക്കണം അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത്. യബ്ബേസിൻ്റെ പ്രാർത്ഥനയിൽപ്പെട്ട ഒരു കാരണമായിരുന്നു. യബ്ബേസിൻ്റെ പ്രാർത്ഥനയിൽ താൻ ഉൾപ്പെടുത്തിയ 4 കാര്യങ്ങളുണ്ട്. അതിൽ പ്രസ്തുത കാര്യങ്ങളിൽ ഒന്നാമത്തെ കാരണമാണ് യബ്ബേസ് ദൈവത്തോട് പറയുന്നു, നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിക്കണം. ആമേൻ. നമ്മളും പ്രിയ ദൈവമക്കളെ, നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങൾ ഏതുമാകട്ടെ, നമ്മൾ തകർന്ന അവസ്ഥയിലായിരിക്കാം, നമ്മൾ ദുഃഖത്തിൻ്റെ അവസ്ഥയിലായിരിക്കാം, നമ്മൾ ഭാരത്തിൻ്റെ അവസ്ഥയിലായിരിക്കും, നമ്മൾ കടന്നു പോകുന്ന ഏത് സാഹചര്യത്തിലാണെങ്കിലും നമ്മൾ ദൈവത്തോടൊന്ന് സംസാരിക്കണം. അപ്പാ, നീ എന്നെ നിശ്ചയമായും ഒന്ന് അനുഗ്രഹിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ആമേൻ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ നമ്മുടെ പ്രാർത്ഥനയെ മറികടന്നു പോകുന്ന ഒരു ദൈവമല്ല ദൈവമക്കളെ നമുക്കുള്ളത്. ആ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ അവസ്ഥകളെ മാറ്റാൻ സർവശക്തനാകുന്ന ആ ദൈവത്തിൽ വിശ്വസിച്ച് നാം ദൈവത്തോട് അപേക്ഷിക്കണം. കർത്താവേ, അങ്ങനെ നിശ്ചയമായും ഒന്ന് അനുഗ്രഹിച്ചെങ്കിൽ കൊള്ളായിരുന്നു. യബ്ബേസിൻ്റെ രണ്ടാമത്തെ പ്രാർത്ഥനയ്ക്കുള്ളൊരു രണ്ടാമത്തെ പ്രസ്തുത ഭാഗമാണ്: നീ എൻ്റെ അതിരിനെ ഒന്ന് വിശാലമാക്കണം. തൻ്റെ ചുരുങ്ങിയ സാഹചര്യത്തിന് നടുവിൽ നിന്നുകൊണ്ട് യബ്ബേസ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, എൻ്റെ കർത്താവെ, എൻ്റെ അതിരിനെ അങ്ങൊന്ന് വിശാലമാക്കിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ആമേൻ. യബ്ബേസിൻ്റെ ആ പ്രാർത്ഥനയ്ക്ക് മുമ്പ് യബ്ബേസിൻ്റെ അതിരിനെ ദൈവം വിശാലമാക്കി കൊടുത്തു. തൻ്റെ മൂന്നാമത്തെ പ്രാർത്ഥനയുടെ പ്രസ്തുത ഭാഗമാണ്: നിന്റെ കരം എന്നോട് കൂടിയിരിക്കണം. ആമേൻ. ദൈവമേ, ഞാൻ പോകുന്ന ഏത് സാഹചര്യത്തിലും കർത്താവെ, അങ്ങയുടെ കരം എന്നോട് കൂടിയിരിക്കണം. മോശ പറഞ്ഞ പോലെ, കർത്താവെ, നിന്റെ കരം എന്നോട് കൂടെ വരുന്നില്ലെങ്കിൽ എന്നെ നീ അങ്ങോട്ടേക്ക് വിടരുത്. ആമേൻ. ദൈവത്തിൻ്റെ കരം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ, പ്രിയ ദൈവമക്കളെ, നമുക്ക് സാധിക്കാത്തതായി യാതൊരു കാര്യവുമില്ല. സോ നമ്മളും പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ, നിന്റെ കരം എന്നോട് കൂടെ ഇരിക്കണം. ആമേൻ. യബ്ബേസിൻ്റെ പ്രാർത്ഥനയുടെ 4ാമത്തെ പ്രസ്തുത ഭാഗമുണ്ട്: തിന്മ എന്നെ തൊടാതെ വണ്ണം എന്നെ കാക്കണം. ആമേൻ. തിന്മ നമ്മളെ തൊടാതെ വണ്ണം നമ്മളെ കാക്കണമെന്ന് നമ്മൾ ദൈവത്തോട് അപേക്ഷിക്കണം. ഇപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കുന്നവരാകുവാണെങ്കിൽ ദൈവം നിശ്ചയമായും നമ്മളെ അനുഗ്രഹിക്കും. നമ്മളുടെ അനുഗ്രഹത്തിൻ്റെ മൂല കാരണങ്ങളിൽ നമ്മൾ എപ്പോഴും ഊന്നി നിൽക്കുന്ന ഏറ്റവും വലിയൊരു കാരണം നമ്മുടെ പ്രാർത്ഥനയാണ്. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം തകർന്നാൽ നമ്മളുടെ ജീവിതത്തിലെ എല്ലാ ഭാഗങ്ങളും തകർന്നു പോകും. പ്രിയ ദൈവമക്കളെ, നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ നിശ്ചയമായും പ്രാർത്ഥിക്കുന്നവരാണ്. ആമേൻ. രണ്ടാമത്തെ കാര്യം, നമ്മൾ അന്വേഷിക്കണം. അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും. ആമേൻ. ഈ പ്രസ്തുത ഭാഗത്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മൾ അന്വേഷിക്കുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലതും നമ്മൾ നഷ്ടപ്പെടുത്തിയവരാണ്. നമുക്കൊരു ഉദാഹരണം ബൈബിളിൽ നിന്ന് നമുക്ക് ചിന്തിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 15 അധ്യായം 8 വാക്യം ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: അല്ല, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ട് എന്നിരിക്കട്ടെ,
ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചു വാരി അത് കണ്ടു കിട്ടും വരെ സൂക്ഷ്മതയോടെ അന്വേഷിക്കാതിരിക്കുമോ? കണ്ടു കിട്ടിയാൽ സ്നേഹിതന്മാരെയും അയൽക്കാരത്തികളെയും വിളിച്ചുകൂട്ടി കാണാതെ പോയ ദ്രഹ്മ കണ്ടു കിട്ടിയത് കൊണ്ട് എന്നോട് കൂടെ സന്തോഷിപ്പിൻ എന്ന് പറയും. ആമേൻ. നമ്മളുടെ ജീവിതത്തിൽ കാണാതെ പോകുന്ന ചില അവസ്ഥകൾ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ നമ്മുടെ ചില നന്മകൾ, അത് ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതമാകാം. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നഷ്ടപ്പെടുത്തുക. കാരണം നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ സന്തോഷം വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്ന പല കാര്യങ്ങളും, അതിൽ ഉത്തമമായ ഒരു മൂല കാരണത്തിൽപ്പെട്ടൊരു കാരണമാണ് പ്രാർത്ഥന. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനാ ലൈഫ് നമ്മൾ എന്ന് സ്പോയിൽ ചെയ്യുന്നു, അന്ന് നമ്മളുടെ ജീവിതത്തിൽ പല കാരണങ്ങളും നമ്മുടെ പടകിൽ, പല ഈശാന മൂലനുകളും, പല കാറ്റും കോളും പല തിരമാലകളും നമ്മുടെ പടകിൽ ആഞ്ഞടിക്കാൻ തുടങ്ങും. സോ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത്. പ്രസ്തുത ഉപമയിൽ പറഞ്ഞു 10 ദ്രഹ്മ, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മയുണ്ടെങ്കിൽ അതിലൊന്നും നഷ്ടപ്പെട്ടു പോയാൽ, 10 ദ്രഹ്മ കൊടുത്തത് ഒരുപക്ഷെ അവളുടെ ഭർത്താവാകാം, അല്ലെങ്കിൽ അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാവാം. ആ വ്യക്തി കൊടുത്ത 10 ദ്രഹ്മയിൽ ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ, അത് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് നമുക്ക് മുമ്പിൽ നിൽക്കാൻ പറ്റില്ല. ആ നഷ്ടപ്പെട്ടു പോയ 10 ദ്രഹ്മയിൽ അതൊന്ന് ഏതുമാകട്ടെ, ആ ഒന്ന് വിളക്ക് കത്തിച്ച് അടിച്ചു വാരി അത് കണ്ടെത്തും വരെ നമ്മൾ അന്വേഷിച്ച് അത് കണ്ടെത്തിയാൽ, അയൽക്കാരത്തികളെയും കൂട്ടുകാരെയും വിളിച്ച് അത് കണ്ടെത്തി എന്നോടുകൂടെ സന്തോഷിപ്പീൻ എന്ന് പറയും. ആമേൻ. നമ്മൾ അപ്രകാരം സന്തോഷിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വരണമെങ്കിൽ നമ്മൾ നഷ്ടപ്പെടുത്തിയ ചിലതിനെ ഈ നാളുകളിൽ നമ്മൾ തിരിഞ്ഞിരുന്ന് അന്വേഷിച്ച് നമ്മൾ കണ്ടെത്തുന്നവരാവണം. ആമേൻ. ഈ പ്രസ്തുത വാക്യത്തിൽ 3-ാമത് പറയുന്ന ഒരു കാര്യമുണ്ട്, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും. ആമേൻ. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ലജ്ജ കൂടാതെ മുട്ടുന്നവരായിരിക്കണം. കാരണം അപ്പനോട് ഒരു മകനും, ഇപ്പം നമ്മളൊരു സാഹചര്യത്തിൽ നമുക്കൊക്കെ മക്കളുണ്ട്, നമ്മുടെ മക്കൾ നമ്മളോടൊരു കാര്യം അപേക്ഷിക്കുന്ന കാര്യം നമ്മൾ ഒരിക്കലും നമ്മുടെ മക്കൾക്ക് നൽകാതിരിക്കില്ല. അതുപോലെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ അപേക്ഷിക്കുന്നവരാണ്. ദൈവത്തോട് നമ്മൾ മുട്ടിക്കൊണ്ടിരിക്കണം. ഒരു ലജ്ജയും കൂടാതെ നമ്മൾ മുട്ടിക്കൊണ്ടിരിക്കണം. തീർച്ചയായും നമ്മളങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുന്നവരാണ്. അതിന് പ്രസ്തുതമായ ഒരു ഉദാഹരണം ഞാൻ ബൈബിളിൽ നിങ്ങളെ പരിചയപ്പെടുത്താം. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം മുതൽ 9-ാമത്തെ വാക്യം വരെ ഇങ്ങനെ പറഞ്ഞു. പിന്നെ അവൻ അവരോട് പറഞ്ഞു, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ട് എന്നിരിക്കട്ടെ. അവൻ അർദ്ധരാത്രിയിൽ അവൻ്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരണം. എൻ്റെ ഒരു സ്നേഹിതൻ വഴി യാത്രയിൽ എൻ്റെ അടുക്കൽ വന്ന് അവന് വിളമ്പി കൊടുക്കാൻ എൻ്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ, എന്നെ പ്രയാസപ്പെടുത്തരുത്, കടകടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോട് കൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അതിന് ഉത്തരം പറഞ്ഞാലും അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആമേൻ. ഈ പ്രസ്തുത ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്, അർദ്ധരാത്രിയിൽ ഒരു സ്നേഹിതൻ്റെ വീട്ടിൽ വരുന്നു. അവന് വിശപ്പുണ്ടെന്ന് അവനോട് പറയുന്നില്ല. എന്നിരുന്നാലും നല്ല സ്നേഹിതൻ എന്ന നിലയിൽ തൻ്റെ സുഹൃത്തിന് വിശപ്പുണ്ട് എന്ന് മനസ്സിലാക്കി ഈ സ്നേഹിതൻ എന്ത് ചെയ്യുന്നു? എൻ്റെ കൂട്ടുകാരന്, ആ സ്നേഹിതൻ്റെ കൂട്ടുകാരൻ്റെ പക്കൽ തനിക്ക് ആവശ്യമുള്ള ആഹാരമുണ്ട് എന്ന് ഈ സ്നേഹിതൻ അറിയാം. ആ സ്നേഹിതൻ എന്ത് ചെയ്യുന്നു? ആ സ്നേഹിതൻ്റെ വീടിൻ്റെ വാതിൽക്ക് മുട്ടുന്നു. ആ മുട്ടുന്ന സാഹചര്യത്തിൽ ആ സ്നേഹിതൻ പറയുവാണ്, എൻ്റെ പൈതങ്ങൾ എന്നോട് കൂടെ കിടക്കുന്നു, ഞാൻ കഥ കടച്ചിരിക്കുന്നു, അതുകൊണ്ട് എടുത്തു തരാൻ കഴിയില്ല എന്ന് പറഞ്ഞാലും താൻ സ്നേഹിതനാകൊണ്ടും തൻ്റെ പക്കൽ അതുണ്ട് എന്നുറച്ച വിശ്വാസമുള്ളത് കൊണ്ടും ലജ്ജ കൂടാതെ താൻ വീണ്ടും മുട്ടുന്നു. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ആ സ്നേഹിതൻ ആഹാരം എടുത്ത് ഈ സ്നേഹിതന് കൊടുക്കുന്നു. എന്ന് പറഞ്ഞ പോലെ ദൈവമക്കളെ, നമ്മളുടെ സാഹചര്യം എന്തുമാകട്ടെ, നമ്മൾ കടന്നു പോകുന്ന അവസ്ഥ ഏതുമാകട്ടെ, നമ്മൾ കടന്നു പോകുന്ന ഏതവസ്ഥയിലും നമ്മുടെ ദൈവത്തിൻ്റെ കരങ്ങളിൽ, എൻ്റെ അപ്പച്ചൻ്റെ ഭണ്ഡാരത്തിൽ ഒന്നിനും കുറവില്ല. സർവ്വനിധികളുടെയും സർവ്വലോകത്തിൻ്റെയും ഭൂലോകത്തിൻ്റെയും നാഥനാകുന്ന എൻ്റെ ദൈവത്തിൻ്റെ ഭണ്ഡാരത്തിൽ ഒന്നിനും കുറവില്ല. വചനം ഇപ്രകാരം പറയുന്നു, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും ക്രിസ്തുയേശുവിൽ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. ആമേൻ. ദൈവം നമ്മളുടെ ബുദ്ധിമുട്ടുകൾ ഏതായിരുന്നാലും ലജ്ജ കൂടാതെ അപേക്ഷിക്കുന്നവന്, ലജ്ജ കൂടാതെ മുട്ടുന്നവന്,
തീർച്ചയായും ദൈവം തൻ്റെ ഭണ്ഡാരം തുറന്ന് തൻ്റെ ഭണ്ഡാരത്തിൽ നിന്ന് വേണ്ടുന്ന അനുഗ്രഹങ്ങൾ നൽകി മാനിപ്പാൻ ശക്തനാണ്. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഈ നാളുകളിൽ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൂടുതൽ സമയം ചെലവഴിക്കുവാനും പ്രാർത്ഥിക്കാനും, നമ്മൾ ദൈവത്തോട് കൂടുതൽ അപേക്ഷിക്കുവാനും, നമ്മുടെ യാചന കഴിക്കുവാനും, നമ്മൾ ദൈവസന്നിധിയിൽ കൂടുതൽ സമയം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ചെലവഴിക്കാനും തയ്യാറായാൽ സ്വർഗത്തിലെ ഭണ്ഡാരത്തിൽ നിന്ന് ആത്മീക ഭൗതിക നന്മകളാൽ ദൈവം നമ്മളെ മാനിപ്പാൻ ശക്തനാണ്. നമ്മൾ ഈ ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന പ്രത്യേക ചില കാരണങ്ങളുണ്ട്, ചില കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരിക്കലും നമ്മുടെ ദൈവത്തെ അവിശ്വസിക്കരുത്. നമ്മുടെ ദൈവം സർവശക്തനും സർവവ്യാപിയും ഭൂലോകങ്ങൾക്ക് ഉടയവനും ആകയാൽ ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യവുമില്ലെന്നും യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ എന്ന് വചനം പറയുന്നു. യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? എൻ്റെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ഒരു വാക്കിനാൽ ഈ ഭൂമിയെ ഉളവാക്കിയവനാകുന്ന ദൈവം. ലാസർ മരിച്ചവനായിരുന്നു, നാറ്റം വമിച്ചവനായിരുന്നു. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് കൽപ്പിച്ച് ലാസറെ പുറത്തു വരിക എന്ന് കൽപ്പിച്ച നേരത്ത് ലാസർ കല്ലറയിൽ നിന്ന് പുറത്തു വന്നെങ്കിൽ, ആമേൻ, ദൈവമക്കളെ, നമ്മളും വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം തീർച്ചയായും കാണും. നമ്മൾ ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കണം. ദൈവമായിട്ടൊരു അഭേദ്യ ബന്ധം നമുക്കുണ്ടാവണം. എൻ്റെ ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യവുമില്ലെന്നും യഹോവയ്ക്ക് സകലതും സാധ്യമെന്നും നമ്മൾ വിശ്വസിച്ച്, ആമേൻ, വചനം ഇപ്രകാരം പറഞ്ഞു, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം എൻ്റെ ദൈവത്തിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം എൻ്റെ ദൈവത്തിൻ്റെ കാത് മന്ദമായി പോയിട്ടുമില്ല. പ്രിയ ദൈവമക്കളെ, നമ്മൾ ആയിരിക്കുന്ന സാഹചര്യത്തിൻ്റെ നടുവിൽ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് കർത്താവിൽ നമ്മൾ പൂർണ്ണമായി നമ്മുടെ അഭയ കേന്ദ്രമാക്കി ദൈവത്തിൽ സകലതും, അതുകൊണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിൻ്റെ കീഴെ താണിരിപ്പീൻ എന്ന വചനത്തിൽ വിശ്വസിച്ച്, കർത്താവിൽ വിശ്വസിച്ച്, എൻ്റെ അപ്പനിൽ വിശ്വസിച്ച്, ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ, ദൈവത്തിൻ്റെ സങ്കേതത്തിൽ, ആ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ താണിരുന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവ് നമുക്ക് തരേണ്ട ആത്മീക ഭൗതിക നന്മകളെ നൽകി ദൈവം മാനിപ്പാൻ ശക്തനാണെന്ന് ഈ വചനങ്ങളാൽ നിങ്ങളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വചനങ്ങളെ നിർത്തുന്നു. ദൈവം നമ്മളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.